ഗായ്സ് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് സ്കൂളിലും വിട്ട് വരുന്ന ആ പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന, വിശക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അതിന് നമുക്കൊരു ഉള്ളി, ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഉള്ളി, ഒരു പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞത്, അതുപോലെ ഒരു മുട്ട, ഒരു ക്യാരറ്റ് ചെറുങ്ങനെ അരിഞ്ഞത്, പിന്നെ റൊട്ടി. ഇതാണ് വേണ്ടത് നമുക്ക് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു മസാലയാക്കി എടുക്കാം. മസാല രൂപത്തിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്തേക്ക് വെക്കുക. പാൻ അടുപ്പത്തേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് ഉള്ളി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലവണ്ണം വഴറ്റണം. കാരണം വഴറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ഇടാൻ പറ്റൂ. അല്ലെങ്കിൽ ഉള്ളിയുടെ പച്ചമണം നമുക്ക് ആ ബ്രെഡ് സാൻഡ്വിച്ചിനകത്ത് നമുക്ക് അനുഭവപ്പെടും. പോരാത്തതിന് റെഡ് കളറാകുന്നതിൻ്റെ കുറച്ച് മുമ്പ് നല്ലവണ്ണം വഴറ്റി നമുക്കിടാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ നമുക്ക് വേഗം തന്നെ ഉള്ളി വേഗം വഴറ്റിയെടുക്കും. ഇതെൻ്റെ അമ്മ പറഞ്ഞത് എനിക്ക് സീക്രട്ടാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കാം. നമുക്ക് അത് ആയതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ച്, ചെറുങ്ങനെ അരിഞ്ഞ് വെച്ച് പച്ചമുളക് അതിൻ്റെ അകത്ത് ഇടാം. അത് ആ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വേഗം ഇടുന്നത്. ഒരു 2 മിനിറ്റ് അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരും. എന്നാൽ വേഗം പച്ചമുളക് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് എടുത്തിടാം. ക്യാരറ്റ് അതിൻ്റെ അകത്ത് ഇടുമ്പോൾ തന്നെ വെന്ത് കിട്ടണം നല്ലവണ്ണം. അപ്പോൾ നമുക്കത് ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. അതിനായി ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആയിരുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ പച്ചമുളക് അത് കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം ഇതിനകത്ത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല ഇടാം. നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമുക്ക് സോസുകൾ ചേർക്കാം. ഞാൻ ആദ്യം തന്നെ ചില്ലി സോസാണ് ചേർക്കുന്നത്. കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം എരിവ് ചേർത്തതിന് ആയതുകൊണ്ടാണ് ഞാൻ ചില്ലി സോസ് ചേർക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. സോയാ സോസ് ചേർക്കാം. മുട്ട നല്ലവണ്ണം വഴറ്റി ഒരു വറവ് രൂപത്തിലാകുന്നവരെ നമുക്ക് നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് നല്ലവണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിൻ്റെ ആ ഒരു എരുമാറി കിട്ടും. ഓഫാക്കി നമുക്ക് അടുത്ത പാൻ അതിൻ്റെ അകത്തോട്ടേക്ക് വെക്കാം. അത് റൊട്ടിയും മസാലയും കൂടി ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ദോശക്ക് ചേർക്കുന്ന പോലെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് പാനിൽ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു റൊട്ടി വെക്കാം. 1 2 വെക്കാം, ഞാൻ 1 വെക്കുന്നുള്ളൂ. അത്രയേ റൊട്ടിയേ ഉള്ളൂ. നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു പച്ച പോയി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ടേക്ക് മറിച്ചിടാം. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ട് സാൻഡ്വിച്ചിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലേശം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ആ ഒരു റൊട്ടി ഒന്നുകൂടെ വെക്കാം. നമുക്കത് മറിച്ചിട്ടിട്ട് ആ മുമ്പിലത്തെ ഭാഗം നമുക്ക് അടിയിലാക്കിയിട്ട് വെക്കാം. എന്നിട്ട് അത് സൈഡൊന്ന് ത്രികോണ സൈസ് ആക്കിയിട്ടാണ് എടുക്കാറ്. പക്ഷേ എൻ്റെ അത് ഫ്ലോപ്പായിപ്പോയി. കണ്ടില്ലേ, ഫ്ലോപ്പായി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനിയും അടുത്തുള്ളതും ചുട്ടെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതാരും മിസ് ചെയ്യരുത്. കാരണം ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.